ആഫ്റ്റർനൂൺ ഓൾ. നമ്മളിന്ന് ഒരു വിൻ്റർ എയർ കണ്ടീഷൻ സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ 6ാമത്തെ മോഡ്യൂളിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് വിൻ്റർ എയർ കണ്ടീഷൻ സിസ്റ്റം. അപ്പം വിൻ്റർ എയർ കണ്ടീഷൻ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. അറ്റ്മോസ്ഫിയറിൻ്റെ സൈഡ്, അല്ലെങ്കിൽ നമ്മളുടെ റൂമാണ്, നമ്മളിപ്പോൾ വിൻ്റർ എയർ കണ്ടീഷൻ റൂം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ റൂമിന് ചുറ്റും ഔട്ട് സൈഡ് മൊത്തം എന്താണ്, വളരെ തണുപ്പുള്ള ഏരിയ ആണ്. അതുപോലെ തന്നെ എന്താണ്, ഡ്രൈവ് ആണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മഞ്ഞുകാലങ്ങളിൽ നോക്കുമ്പോൾ നമ്മൾ ചുണ്ടൊക്കെ വരണ്ടിരുന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തണുപ്പ് കൂടുതലാണ്. അതേപോലെ തന്നെ എന്താണ്, ഡ്രൈ എയറുമാണ്, ഡ്രൈ ആണ്, വാട്ടർ കണ്ടൻറ്റ് അതിനകത്ത് ഇല്ല. അപ്പം വിൻ്റർ എയർ കണ്ടീഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വേണ്ട എന്താണ്, നമ്മളുടെ ചുറ്റുപാടും തണുപ്പാണ്. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ എന്താണ്, ചൂടാണ് നമ്മുടെ റൂമിലേക്ക് വേണ്ടത്. അതോടൊപ്പം തന്നെ എന്തും വേണം, നമ്മളുടെ വാട്ടർ കണ്ടൻറ്റിനകത്ത് എന്തില്ല, നമ്മളുടെ ഹ്യൂമിഡിഫയേഴ്സ് ഇല്ല, അല്ലെ വാട്ടർ കണ്ടൻറ്റ് ഇല്ല നമ്മളുടെ എയറിനകത്ത്. അങ്ങനെ വാട്ടർ കണ്ടൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഈ ഒരു കണ്ടീഷനാണ് പറയുന്നത് വിൻ്റർ എയർ കണ്ടീഷൻ, വിൻ്റർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം വിൻ്റർ എയർ കണ്ടീഷൻ സിസ്റ്റം നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. വിൻ്റർ എയർ കണ്ടീഷൻ സിസ്റ്റം വിത്ത് പ്രീ ഹീറ്റർ, വിത്തൗട്ട് പ്രീ ഹീറ്റർ. വിൻ്റർ എയർ കണ്ടീഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ഗ്രാഫിക്കൽ അല്ലെങ്കിൽ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തണുപ്പിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് കണ്ടീഷൻ ചെയ്യേണ്ട റൂം, അതായത് ഈ ഏരിയയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ചൂടാക്കേണ്ടത്. അപ്പോൾ ഈ ഏരിയയെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടീഷൻഡ് സ്പേസ് എന്ന് പറയുന്നു. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഐ കൊണ്ടാണ്. കണ്ടീഷൻഡ് സ്പേസ് ഐ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇൻഡോർ കണ്ടീഷൻ അല്ലെങ്കിൽ കണ്ടീഷൻഡ് സ്പേസ് ഐ. ഓക്കെ. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, നമുക്ക് ഈ റൂം നമ്മൾ എന്ത് ചെയ്യുകയാണ്, വിൻ്റർ കണ്ടീഷൻ സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് എന്താണ്, ചൂടാക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളിതിനെ എന്ത് ചെയ്യുകയാണ്, ഹീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ റൂമിന് ആവശ്യമായിട്ടുള്ള ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള ഹീറ്റ് സപ്ലൈ ചെയ്യാൻ പോകും. അതോടൊപ്പം തന്നെ എന്തും വേണം, ഡ്രൈ കണ്ടീഷനായിട്ടുള്ളതിന് അതിനെന്ത് ചെയ്യണം, ഹ്യൂമിഡിഫയർ അല്ല വാട്ടർ കണ്ടൻറ്റ് ആഡ് ചെയ്തുകൊണ്ട് ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം ഈ റൂം കണ്ടീഷനിൽ നിന്ന് വരുന്ന എയറിനെ, അതായത് കണ്ടീഷൻ ചെയ്ത് വരുന്ന എയറിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, റിട്ടേൺ എയർ, കുറച്ച് എയർ. നമുക്കറിയാം നമ്മൾ റൂമിനകത്ത് ഒരു എയർ എപ്പോഴും എന്ത് ചെയ്യുന്നില്ല, തക്കി നിൽക്കുന്നില്ല. ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റീസർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റീസർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വരുന്ന എയർ റിട്ടേൺ ചെയ്തത് കണ്ടീഷൻഡ് എയർ. അപ്പോൾ ഇവിടെ എത്രയാണോ നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തത്, എത്രയാണോ ഹ്യൂമിഡിറ്റി കൊടുത്തത്, അല്ലെങ്കിൽ എത്രയാണോ നമ്മൾ ഇതിനകത്ത് കൊടുത്തുള്ള എയർ വെലോസിറ്റി, ആ വെലോസിറ്റി എയർ റിട്ടേൺ ചെയ്ത് വരികയാണ്. ആ റിട്ടേൺ ചെയ്ത് വരുന്ന എയറിനകത്ത് കുറച്ച് എയറിന് നമ്മൾ എന്ത് ചെയ്യുകയാണ്, റീസർക്കുലേറ്റ് ചെയ്യുകയാണ്. ബാക്കി എയറിന് നമ്മൾ എന്ത് ചെയ്യുകയാണ്, അറ്റ്മോസ്ഫിയറിലേക്ക് ഡെലിവറി ചെയ്യുകയാണ്. ഓക്കെ. അപ്പോൾ ഈ റീസർക്കുലേറ്റ് ചെയ്ത് എയർന്ന് വെച്ചാൽ എന്താണ്, കണ്ടീഷൻഡ് സ്പേസ് ഉള്ള എയറാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഐ എന്ന് പറയുന്ന കണ്ടീഷൻഡ് എയർ, ഇൻഡോറിലുള്ള അതേ കണ്ടീഷൻ തന്നെയാണ് ആ എയർ. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള എയറിനെ സ്വീകരിക്കുന്നു. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള എയർ പ്ലസ് റീകണ്ടീഷൻ ചെയ്ത് വരുന്ന എയർ, ഈ 2 എയറൂടെ വരുന്ന പോയിൻ്റാണ് ഈ കൊടുത്തത് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യുകയാണ്, മിക്സ് ചെയ്യുകയാണ്. റീസർക്കുലേറ്റഡ് എയറും ഔട്ട് സൈഡ് എയറോടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത്, പ്രീ ഹീറ്ററിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ വിൻ്റർ എയർ കണ്ടീഷൻ സിസ്റ്റത്തിനകത്ത് നമുക്ക് മെയിനായിട്ട് 3 പാർട്സ് ആണ് മെയിനായിട്ട് വരുന്നത്. ഒന്ന് പ്രീ ഹീറ്റർ, ഹ്യൂമിഡിഫയർ, റീഹീറ്റർ. ഈ പ്രീ ഹീറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഔട്ടർ എയർ കണ്ടീഷൻ, ഔട്ടറിൽ നിന്ന് വരുന്ന എയർ എന്ന് പറയുന്നത് എന്താണ്, നല്ല തണുപ്പുള്ള എയറാണ്. അപ്പോൾ ഈ തണുപ്പുള്ള എയറിനെ നമ്മൾ വാട്ടർ കണ്ടൻറ്റ്, പ്രീ ഹീറ്റർ ഇല്ലാതെ വാട്ടർ കണ്ടൻറ്റ് ഹ്യൂമിഡിഫയറിലൂടെ കടത്തി വിട്ട് വാട്ടർ കണ്ടൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി മാറും, ഐസ് കട്ടയാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഐസ് ആവാൻ, അല്ലെങ്കിൽ അങ്ങനെ നമ്മളുടെ ആ എയർ ഐസ് കട്ടയാവാതിരിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എയർ ഐസ് കട്ടയാവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കും. ഈ ചൂടാക്കുന്നതിനാണ് എന്ത് ഉപയോഗിക്കുന്നത്, പ്രീ ഹീറ്റർ കോയിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ പ്രീ ഹീറ്റ് ചെയ്യുന്ന കോയിലൂടെ കടത്തിവിട്ട് എന്ന് പറയുന്ന പോയിന്റ്, അതായത് റീസർക്കുലേറ്റഡ് എയറും ഔട്ട് സൈഡ് എയറും മിക്സ് ചെയ്ത എന്ന് പറയുന്ന മാസ്, അല്ലെങ്കിൽ ആ അത്രയും ക്വാണ്ടിറ്റിയുള്ള ഒരു എയർ, അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന എന്ന് പറയുന്നത്, മാസം എന്നല്ല ഉദ്ദേശിക്കുന്നത് ആ പോയിന്റ്, അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കിട്ടുന്ന ആ എയറിനെ നമ്മൾ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ എന്ന് പറയുന്ന എയറിനെ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രീ ഹീറ്ററിലൂടെ കടത്തിവിടുകയാണ്. അങ്ങനെ പ്രീ ഹീറ്ററിലൂടെ കടത്തിവിടുമ്പോഴുള്ള പ്രത്യേകത നിങ്ങൾക്കറിയാം. ഇതിനെ ഒന്ന് ചെറുതായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഹീറ്റ് ചെയ്യുകയാണ്, ചൂടാക്കുകയാണ്. അപ്പം എന്ന് പറയുന്ന പോയിന്റ് എന്തിലേക്ക് മാറുന്നു, 1 എന്ന് പറയുന്ന പോയിന്റിലേക്ക്, 1 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് മാറുന്നു. ഈ 1 എന്ന് പറയുന്ന കണ്ടീഷനിലുള്ള പ്രത്യേകത വെച്ചാൽ എന്താണ്, എയറിനകത്ത് എന്ത് ചെയ്യുന്നു, ഒന്ന് മെൽറ്റ് ആവാണ്. അതുപോലെ തന്നെ റീസർക്കുലേറ്റഡ് എയറും അറ്റ്മോസ്ഫിയർ എയറും കയറുന്നുണ്ട്. പക്ഷേ അതിനകത്ത് എന്ത് പറയുന്നില്ല, ഹ്യൂമിഡിറ്റി കാര്യങ്ങൾ പറയുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് റീസർക്കുലേറ്റഡ് എയർ ആണെങ്കിൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും. ഔട്ട് സൈഡ് എയർ ആണെങ്കിൽ, റീസർക്കുലേറ്റഡ് എയർ ആണ് കൂടുതലെങ്കിൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും. ഔട്ട് സൈഡ് എയർ വളരെ കൂടുതലാണെങ്കിൽ എന്ത് കാണത്തില്ല, വാട്ടർ കണ്ടൻറ്റ് ആണല്ലോ.
അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹ്യൂമിഡിഫയർ എന്ന് പറയുന്ന കോയിൽ. അപ്പോൾ ആ ഹ്യൂമിഡിഫയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്ത് കൊടുക്കുക, വാട്ടർ കണ്ടന്റ്, ആവശ്യമായിട്ടുള്ള വാട്ടർ കണ്ടന്റ് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമിഡിഫയറിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഹ്യൂമിഡിഫയർ പല ടൈപ്പ് ഉണ്ട്, അത് നമ്മൾ ഫോളോവേഡ് ബൈ ദ ക്ലാസ്സുകളിൽ നമ്മൾ നോക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഹ്യൂമിഡിഫൈ ചെയ്യുന്നു. അപ്പോൾ ഹ്യൂമിഡിഫൈ ചെയ്യുന്ന വെച്ചാൽ എന്താണ്, വാട്ടർ കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വാട്ടർ കണ്ടന്റ് ആഡ് ചെയ്തുകൊണ്ടിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, റീഹീറ്ററിലൂടെ കടത്തുകയാണ്. അപ്പം ഹ്യൂമിഡിഫയർ ആഡ് ചെയ്യുമ്പോൾ 1 എന്ന് പറയുന്ന കണ്ടീഷനിൽ നിന്ന് എന്തിലേക്ക് മാറുന്നു, 2 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് മാറുകയാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് റീഹീറ്റർ എന്ന് പറയുന്നത് കോയിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എ സിക്കകത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വിൻ്റർ എയർ കണ്ടീഷൻ സിസ്റ്റത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എത്ര ചൂടാണ് അല്ലെങ്കിൽ എത്ര ടെമ്പറേച്ചറാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മളത് സെറ്റ് ചെയ്യുന്നുണ്ട്. ആ സെറ്റ് ചെയ്യുന്ന കോയിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ സെറ്റ് ചെയ്യുന്നത് ആ സെറ്റ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് റീഹീറ്റർ എന്ന് പറയുന്നത്. അങ്ങനെ റീഹീറ്റ് ചെയ്തു നമ്മൾ എന്ത് ചെയ്യുന്നു, ആ എയറിനെ എസ് കണ്ടീഷനിലേക്ക് മാറുന്നു, നമ്മൾ സപ്ലൈ ചെയ്യുന്ന കണ്ടീഷനിലേക്ക് മാറുന്നു. അപ്പം റീസർക്കുലേറ്റഡ് എയറും ഔട്ട്സൈഡ് എയറും മിക്സ് ചെയ്ത് എം എന്ന് പറയുന്ന പോയിന്റിനെ പ്രീ ഹീറ്റ് ചെയ്ത് 1 എന്ന് പറയുന്ന കണ്ടീഷനാവും. ഈ 1 കണ്ടീഷൻ നമ്മൾ ഹ്യൂമിഡിഫയർ ചെയ്ത് 2 കണ്ടീഷനാവും. 2 എന്ന് പറയുന്ന കണ്ടീഷനിൽ നിന്ന് നമ്മൾ ഇതിനെ എന്ത് ചെയ്തു, റീഹീറ്റ് ചെയ്തു സപ്ലൈ കണ്ടീഷനിലായിട്ട് ആക്കുകയും ഈ സപ്ലൈ എയറിനെയാണ് നമ്മൾ എങ്ങോട്ട് കൊടുക്കുന്നത്, നമ്മൾ കണ്ടീഷണർ സ്പേസിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഏത് റൂമിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ റൂമിലേക്ക് കൊടുക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്, റൂമിലകത്ത് ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മെഷീൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഹീറ്റിനെയും അല്ലെങ്കിൽ അവിടെ സംഭവിക്കുന്ന ഹീറ്റിനെയും അതോടൊപ്പം തന്നെ നമ്മുടെ ഹ്യൂമൻ ബീയിങ്ങിന് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ അവിടെയുള്ള തണുപ്പിനെയും എല്ലാം അബ്സോർവ് ചെയ്തുകൊണ്ട് ഈ ഹീറ്റ് എന്ത് ചെയ്യുന്നു, വീണ്ടും റീസർക്കുലേറ്റ് ചെയ്തു. അപ്പം റൂം ഓൾറെഡി തണുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ തണുത്തിരിക്കുന്ന റൂമിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ചൂട് കാറ്റ് കൊടുക്കുമ്പോൾ ആ തണുപ്പിനെ എന്ത് ചെയ്യാണ്, ചൂട് അബ്സോർവ് ചെയ്യണം. അപ്പം നമ്മളുടെ കണ്ടീഷൻഡ് സ്പേസിലുള്ള ടെമ്പറേച്ചറിനെ അബ്സോർവ് ചെയ്തുകൊണ്ട് ഇത് വീണ്ടും എന്ത് ചെയ്യാണ്, കുറച്ച് എമൗണ്ട് റീസർക്കുലേറ്റ് ചെയ്യും, കുറച്ച് എമൗണ്ട് ഇത് ചെയ്യുന്നു എക്സോസ്റ്റ് ചെയ്യുന്നു. ഇതിനാണ് നമ്മൾ എന്ന് പറയുന്നത് വിൻ്റർ എയർ കണ്ടീഷൻ സിസ്റ്റം വിത്ത് എ പ്രീ ഹീറ്റർ. ഈ തന്നിരിക്കുന്ന ഡേറ്റാസിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു സൈക്ലോമെട്രിക് ചാർട്ടിലേക്ക് പ്ലോട്ട് ചെയ്യാൻ പോകണം. സൈക്ലോമെട്രിക് ചാർട്ടിലേക്ക് പ്ലോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത് സൈക്ലോമെട്രിക് ചാർട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. നമ്മൾ സമ്മർ എയർ കണ്ടീഷൻ സിസ്റ്റത്തിനകത്ത് പ്രോബ്ലംസ് ചെയ്തപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച എല്ലാ കാര്യങ്ങളും ഇതിനകത്തും ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സൈക്ലോമെട്രിക് ചാർട്ടിലേക്ക് ഇത് പ്ലോട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വിൻ്റർ എയർ കണ്ടീഷൻ സിസ്റ്റത്തിനകത്ത് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ കുറവും സമ്മർ എയർ കണ്ടീഷൻ സിസ്റ്റത്തിനകത്ത് ഔട്ട്സൈഡ് എയറിൻ്റെ ടെമ്പറേച്ചർ കൂടുതലുമാണ്. നമ്മൾ സൈക്ലോമെട്രിക് ചാർട്ട് കണ്ടവർ അല്ലെങ്കിൽ നമ്മൾ ആ വിൻ്റർ എയർ കണ്ടീഷൻ സിസ്റ്റത്തിൻ്റെ പ്രോബ്ലം ചെയ്തപ്പോൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമ്മൾ ഇൻഡോർ കണ്ടീഷനായിരുന്നു ഇവിടെ വന്നത്, ഔട്ട്ഡോർ നമുക്ക് എന്തായിരുന്നു മേളിലായിരുന്നു വന്നത്. ഓക്കെ, അപ്പം ഇത് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് സമ്മറിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരും വിൻ്റർ എയർ കണ്ടീഷൻ സിസ്റ്റം എന്ന് പറയും. അപ്പം നോക്കിയേ, നമ്മൾ റീസർക്കുലേറ്റഡ് എയർ, അതായത് റീസർക്കുലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ കണ്ടീഷനിൽ റീസർക്കുലേറ്റഡ് എയറും ഔട്ട്സൈഡ് എയറോടെ മിക്സ് ചെയ്യുന്ന ഒരു പോയിന്റ്. അപ്പം റീസർക്കുലേറ്റഡ് എയറും ഇൻസൈഡ് എയറിൽ നിന്ന് വരുന്ന റീസർക്കുലേറ്റഡ് എയറും അതുപോലെ തന്നെ ഔട്ട്സൈഡിലുള്ള കണ്ടീഷൻ അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഐയും ഒ കൊണ്ടാണ്. ഈ ഐയും ഒയോടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ട്രെയിറ്റ് ലൈനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഐ ഒനെ കണക്ട് ചെയ്ത് നമ്മൾ ലൈൻ കണ്ടക്ട് ചെയ്യുന്നു. അപ്പം ആ പോയിൻ്റാണ് ഇവിടെ വന്ന് വയ്ക്കുന്നത്. അപ്പോൾ ഐ ഒയോടെ കണക്ട് ചെയ്ത് നമ്മളൊരു ലൈൻ വരച്ചു. ഈ ലൈനകത്തുള്ള ഏതോ ഒരു പോയിന്റിലാണ് നമ്മുടെ എന്ത് വരുന്നത്, എം എന്ന് പറയുന്നത് നമ്മൾ സപ്ലൈ ചെയ്യാൻ കണ്ടീഷൻ അല്ലെങ്കിൽ നമ്മൾ പ്രീ ഹീറ്ററിലേക്ക് കൊടുക്കുന്ന ഒരു പോയിന്റ് മാസ് വരുന്നത് അല്ലേ, പോയിന്റ് എമൗണ്ട് ഓഫ് ഗ്യാസ് വരുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഔട്ട്സൈഡ് എയർ കൂടുതലാണെങ്കിൽ നമ്മളുടെ എം എന്ന് പറയുന്ന പോയിന്റ് എവിടെ വന്നേനെ, ഔട്ട്സൈഡിനോട് അടുത്ത് വന്നേനെ. ഐ ആണ് കൂടുതലെങ്കിൽ എന്തിനടുത്ത് വന്നേനെ, ഇൻഡോർ കണ്ടീഷനടുത്ത് വന്നിരുന്നത്. അപ്പം ഐയുടെ മാസും ഒയുടെ മാസും ഈക്വൽ ആണെങ്കിൽ അത് എന്ത് വന്നേ, ഈ ലൈനിൻ്റെ മിഡ് പോയിന്റ് അല്ലെങ്കിൽ ഹാഫ് ഓഫ് ദ മിഡ് പോയിന്റിൽ വന്നിരുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് എന്ത് ചെയ്യണം, ഇപ്പോൾ കണ്ടീഷൻ നമ്മൾ എടുക്കുന്ന ഐയും ഒയും ഈക്വൽ എമൗണ്ട് ഓഫ് എനർജിയാണ് സപ്ലൈ ചെയ്യുന്നത്. അതായത് റീസർക്കുലേറ്റ് ചെയ്തിരുന്ന മാസും അതുപോലെ തന്നെ ഔട്ട്സൈഡിൽ നിന്ന് എടുക്കുന്ന മാസം നമ്മൾ എന്ത് ചെയ്യാണ്, ഈക്വൽ എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ പോയിന്റ് എം എന്ന് പറയുന്ന പോയിന്റ് മിക്സ് ചെയ്ത പോയിന്റ് എവിടെയാണോ വന്നിരിക്കുന്നത്, സെൻട്രൽ പോയിന്റാണ്. അതിനുശേഷം M to 1 നമ്മൾ കൊടുക്കുന്നത്, പ്രീ ഹീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു സെൻസിബിൾ ഹീറ്റിംഗ് ആണ്. പ്രീ ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെൻസിബിൾ ഹീറ്റിംഗ് ആണ്. നമുക്കറിയാം സെൻസിബിൾ ഹീറ്റിൻ്റെ പ്രത്യേകത എന്താണ്, നമ്മളുടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് നോക്കി M21 എന്ത് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. പക്ഷേ നമ്മുടെ എൻതാൽപ്പി റിമൈനിങ് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നോക്കി, നമുക്ക് ഐ എന്ന് പറയുന്നൊരു പോയിന്റ് ചെയ്തു, അതിന് ഒരു വെറ്റ് ബൾബുണ്ട്, അതുപോലെ തന്നെ ഒരു ഡ്രൈ ബൾബുണ്ട്, അതുപോലെ തന്നെ ഒരു സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഉണ്ട്, അതുപോലെ തന്നെ എൻതാൽപ്പി ഉണ്ട്. അതുപോലെ ഔട്ട്ഡോർ കണ്ടീഷനും ഒരു ഡ്രൈ ബൾബ് ടെമ്പറേച്ചറുണ്ട്, നമുക്കൊരു വെറ്റ് ബൾബ് ടെമ്പറേച്ചറുണ്ട്, എൻതാൽപ്പി ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉണ്ട്.
അല്ലേ? അപ്പോൾ എം എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ സ്പെസിഫൈ ചെയ്തു. ആ എമ്മിനെ നമ്മൾ എന്ത് ചെയ്യാണ്? പ്രീ ഹീറ്റ് ചെയ്യാണ്. പ്രീ ഹീറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? സെൻസിബിൾ ഹീറ്റിംഗ് ആണ്. അപ്പോൾ നമ്മളുടെ എൻതാൽപ്പി സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കോൺസ്റ്റൻ്റ് ആണ്. M21 നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്തു, 1 എന്ന് പറയുന്ന പോയിന്റിലെത്തി. ഈ 1 എന്ന് പറയുന്ന പോയിന്റിലെത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഹ്യൂമിഡിഫിക്കേഷനാണ് നടക്കുന്നത്. ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? വാട്ടർ കണ്ടന്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വാട്ടർ കണ്ടന്റ് ആഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് എന്താണ്? നമ്മളുടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമിഡിറ്റി റേഷ്യോ എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. ഹ്യൂമിഡിറ്റി റേഷ്യോ ഇൻക്രീസ് ചെയ്യുകയും അതുപോലെ തന്നെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ത് ചെയ്യുകയും ചെയ്യുകയാണ്? ഡിക്രീസ് ചെയ്യുകയും ചെയ്യുകയാണ്, അല്ലേ? അപ്പോൾ 1 to 2 നമ്മൾ എന്ത് ചെയ്തു? ഒരു ലൈൻ വരച്ചു. ഓക്കെ. ചില കേസുകൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹ്യൂമിഡിഫൈ ചെയ്യുമ്പോൾ നമ്മളുടെ എയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ എയർ സാച്ചുറേഷൻ കണ്ടീഷനിലേക്ക് എത്തിപ്പെടുമെന്ന് പറയും. അപ്പം 1, 2 എന്ന് പറയുന്ന പോയിന്റ്, 2 എന്ന് പറയുന്ന എവിടെ വരും? നമ്മളുടെ സാച്ചുറേഷൻ ലൈനിൽ വരും. ഇപ്പോൾ നമുക്ക് അതിനകത്ത് പറഞ്ഞിട്ടില്ല, എവിടെയാണ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു പോയിന്റ് 2 എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്തു. ചില കേസുകളിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഫ്റ്റർ ഹ്യൂമിഡിഫിക്കേഷൻ നമ്മളുടെ എയർ എന്ന് പറയുന്നത് സാച്ചുറേഷൻ കണ്ടീഷനിലേക്ക് പോയെന്ന് പറയും. അപ്പോൾ നമ്മൾ 1 to 2 എന്ന് പറയുന്ന പോയിന്റ് എവിടെ വരും? സാച്ചുറേഷൻ ലൈനിൽ വരും. അങ്ങനെ സാച്ചുറേഷൻ ലൈനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇതിനെ റീഹീറ്റ് ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പ്രീ ഹീറ്റിങ്ങും റീഹീറ്റിങ്ങും എന്തിൻ്റെ ബേസ് ചെയ്താണ്? നമ്മുടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കോൺസ്റ്റൻ്റ് ആണ്, സെൻസിബിൾ ഹീറ്റിംഗ് ആണ്. അപ്പോൾ 2 to S എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തി. അപ്പോൾ S എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുകയാണ്? നമ്മളിതിനെ എന്ത് ചെയ്യുകയാണ്? നമ്മൾ കണ്ടീഷൻ സ്പേസിലേക്ക് സപ്ലൈ ചെയ്യുകയാണ്. 1 to I സപ്ലൈ ചെയ്യും. അപ്പോൾ ഈ 1 to I സപ്ലൈ ചെയ്യുമ്പോൾ ഐയുടെ കണ്ടീഷനിലുള്ളതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ഏരിയയിലുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള കണ്ടീഷൻ ചെയ്തതിന് ശേഷം ബാക്കി കുറച്ച് എയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അറ്റ്മോസ്ഫിയറിലേക്ക് കളയുന്നു. ബാക്കി എയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റീസർക്കുലേറ്റ് ചെയ്യുന്നു. ഇതാണ് അപ്പോൾ നമ്മളുടെ വിൻ്റർ എയർ കണ്ടീഷൻ സിസ്റ്റം വിത്ത് പ്രീ ഹീറ്റർ. ഓക്കെ. അപ്പം ഇവിടെ പ്രീ ഹീറ്റർ ഉണ്ട്, ഹ്യൂമിഡിഫയർ ഉണ്ട്, റീഹീറ്ററുണ്ട്. രണ്ടാമത്തെ കണ്ടീഷനാണ് വിൻ്റർ എയർ കണ്ടീഷൻ സിസ്റ്റം വിത്തൗട്ട് എ പ്രീ ഹീറ്റർ. പ്രീ ഹീറ്റർ ഇല്ല. അപ്പം നോക്കി, നമ്മൾ റീസർക്കുലേറ്റ് ചെയ്ത എയർ വരുന്നു, അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള എയർ രണ്ടുകൂടെ മിക്സ് ചെയ്യുന്നു. അപ്പോൾ മിക്സ് ചെയ്തിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഒരു ഹ്യൂമിഡിഫയറിലൂടെ കടത്തിവിടും. ഇവിടെ ഹ്യൂമിഡിഫയറായിട്ട് ആക്ട് ചെയ്യുന്നത് എയർ വാഷറാണ്. ഓക്കെ. ഹ്യൂമിഡിഫയർ പല ടൈപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ ടൈപ്പിലേക്ക് പോകുമ്പോൾ എയർ വാഷർ എന്താണെന്ന് പറയാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാം. ഈ എയർ വാഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ട് വാട്ടർ സപ്ലൈ ചെയ്യുന്ന, ഹോട്ട് വാട്ടറിനെ സ്പ്രേ ചെയ്യുകയാണ്. എയർ വാഷർ എന്ന് പറഞ്ഞാൽ ഹോട്ട് വാട്ടറിനെ സ്പ്രേ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഹോട്ട് വാട്ടറിനെ സ്പ്രേ ചെയ്യുമ്പോൾ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ കണ്ടൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ അതെന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചറും കൂടിയതാണ്. അതായത് ചൂടുവെള്ളം നമ്മൾ എന്ത് ചെയ്യണം? സ്പ്രേ ചെയ്യുകയാണ്. നമ്മൾ പ്രീ ഹീറ്റർ ചെയ്ത് എന്താണ്? പ്രീ ഹീറ്റർ അതിനെ ചൂടാക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഹ്യൂമിഡിഫയറിലുള്ള വാട്ടർ കണ്ടന്റ് ആഡ് ചെയ്യുന്നു. ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്നതാണ്. അതായത് ഹീറ്റിയും കിട്ടുന്നുണ്ട്, അതോടൊപ്പം തന്നെ വാട്ടർ കണ്ടന്റൂടെ കിട്ടുന്നുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്? എയർ വാഷർ എന്ന് പറയുന്നത്. അപ്പോൾ M എന്ന് പറയുന്ന പോയിന്റിലെത്തി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഹ്യൂമിഡിഫിക്കേഷൻ നടത്തുകയാണ്. ഹ്യൂമിഡിഫിക്കേഷനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എയർ വാഷറാണ്. അപ്പോൾ എയർ വാഷറിൻ്റെ പ്രത്യേകത എന്താണ്? അതിനകത്ത് വാട്ടർ കണ്ടൻറ്റും ഉണ്ട്, സെയിം ടൈമിൽ തന്നെ എന്തും വരുന്നുണ്ട്? ടെമ്പറേച്ചറുണ്ട്. അങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? 1 എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തുന്നു. 1 എന്ന് പറയുന്നതിന് എന്ത് ചെയ്യുന്നു? റീഹീറ്റ് ചെയ്യുന്നു. നമുക്ക് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചറിലേക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. സപ്ലൈ കണ്ടീഷനിലേക്ക് പോകുന്നു. അതിന് നേരെ തിരിച്ചങ്ങോട്ട് പോകുന്നു. നമ്മൾ ഏത് റൂം എന്താണോ കണ്ടീഷൻ ചെയ്യേണ്ടത് ആ റൂമിലേക്ക് കൊടുക്കുന്നു. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മളുടെ സൈക്ലോമെട്രിക് ചാർട്ടിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പം 1 എന്ന് പറയുന്നത് ഇൻഡോർ കണ്ടീഷൻ, O എന്ന് പറയുന്നത് ഔട്ട്ഡോർ കണ്ടീഷൻ. ഈ 1-ന് എൻതാൽപ്പി ഉണ്ട്, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഉണ്ട്, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഉണ്ട്, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഔട്ട്ഡോർ കണ്ടീഷനും ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഉണ്ട്, ഓക്കെ. അപ്പം നമ്മളുടെ ഔട്ട്ഡോർ കണ്ടീഷനും എന്തൊക്കെ തന്നെ ഉണ്ട്? അതിനൊരു എൻതാൽപ്പി ഉണ്ട്, ഒരു വെറ്റ് ബൾബുണ്ട്, അതുപോലെ തന്നെ ഡ്രൈ ബൾബുണ്ട്, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. അപ്പം ഇത് രണ്ടുകൂടെ മിക്സ് ചെയ്യുന്ന ഒരു പോയിന്റ് എപ്പോഴും എവിടെയാണ് വരുന്നത്? ഐയും ഓയുടെ കണക്ട് ചെയ്യുന്ന ഒരു ലൈനിലായിരിക്കും നമുക്ക് എന്ത് വരുന്നത്? നമ്മളുടെ മിക്സിംഗ് പോയിന്റ് വരുന്നത്. അപ്പോൾ മിക്സിംഗ് പോയിന്റ് കണ്ടീഷൻ പറഞ്ഞു, O ആണ് കൂടുതലെങ്കിൽ, ഓയുടെ മാസാണ് കൂടുതലെങ്കിൽ, ഔട്ട്ഡോർ മാസാണ് കൂടുതലെങ്കിൽ, ഇൻഡോർ മാസിനേക്കാൾ കൂടുതൽ ഔട്ട്ഡോർ മാസ് ആണെങ്കിൽ അത് എന്തിനോ അടുത്ത് വരും? IO എടുത്ത് വരും, OO എടുത്ത് വരും. അതുപോലെ തന്നെ ഇൻഡോർ മാസാണ് കൂടുതൽ എന്തിനെ അപേക്ഷിച്ച്? നമ്മളുടെ ഔട്ട്ഡോർ മാസിനെ അപേക്ഷിച്ച് ഇൻഡോർ മാസാണ് കൂടുതലെങ്കിൽ അത് എവിടെ വരും? M-നോട് എടുത്ത് വരും. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? എയർ വാഷർ കൊടുക്കുന്നു. എയർ വാഷർ കൊടുക്കുമ്പോൾ പ്രത്യേകം എന്താണ്? അതിനകത്ത് വാട്ടർ കണ്ടൻറ്റും ഉണ്ട്, സെയിം ആസ് എന്തും ചേരുന്നു, അതിനകത്ത് ഹ്യൂമിഡിഫൈയും ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ നോക്കി, വാട്ടർ കണ്ടൻറ്റും ഉണ്ട്, ഹ്യൂമിഡിഫിക്കേഷനും ഉണ്ട്. അപ്പോൾ എന്താണ്? നമ്മൾ M1 to M കൊടുക്കും.
M21 കൊടുക്കും. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? റീഹീറ്റ് ചെയ്യണം. റീഹീറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സെൻസിബിൾ കണ്ടീഷനാണ്. അത് സെൻസിബിൾ ഹീറ്റിംഗ് ആണ് 1 to S. അതിനുശേഷം വീണ്ടും എന്താണ്? സപ്ലൈ കണ്ടീഷനിൽ നിന്ന് അത് എന്തിലേക്ക് പോകുന്നു? നമുക്ക് കണ്ടീഷൻ സ്പേസിലേക്ക് പോകുന്നു. ഇതാണ് ചാർട്ട്. ഈ ചാർട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു ഇത് അറ്റാച്ച് ചെയ്ത് വീഡിയോ പ്രോബ്ലത്തിൻ്റെ മാത്രമുള്ള വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളുടെ വിൻ്റർ എയർ കണ്ടീഷൻ സിസ്റ്റത്തിനകത്ത് നമ്മൾ ഹ്യൂമിഡിഫയേഴ്സ് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എന്താണ് ഹ്യൂമിഡിഫയർ, ഹ്യൂമിഡിഫയറിൻ്റെ ടൈപ്പുകൾ, അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഹ്യൂമിഡിഫയർ എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താണ്? നമുക്ക് വിൻ്റർ എയർ കണ്ടീഷൻ സിസ്റ്റത്തിൽ വിൻ്റർ സീസണിൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ ലെയറിൽ എന്തില്ല? വാട്ടർ കണ്ടൻറ് ഇല്ല. അപ്പോൾ വാട്ടർ കണ്ടൻറ് ആഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റാണ് ഹ്യൂമിഡിഫയർ. അപ്പം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ എയർ വാഷർ എന്ന് പറയുന്ന ഒരു സാധനം പറഞ്ഞു അല്ലേ. ഹ്യൂമിഡിഫയർ ആക്ട് നമ്മൾ വിത്തൗട്ട് പ്രീ ഹീറ്ററിൽ നമ്മൾ ഉപയോഗിച്ച ഒരു ഹ്യൂമിഡിഫൈങ് എക്യുപ്മെൻ്റാണ് എയർ വാഷർ. ഇപ്പോൾ ഈ എയർ വാഷറിൻ്റെ ആപ്ലിക്കേഷനിലെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നമ്മൾ ഒരു എയറിനെ ഒരു ചാനലിലൂടെ കടത്തി വിട്ട് പുറത്തേക്ക് ഇറക്കും. ഓക്കെ, ഈ ചാനലിനകത്ത് കുറേ പാർട്ടുകൾ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സമ്പ് ടാങ്ക്, ഈ സമ്പ് ടാങ്കിൻ്റെ വാട്ടർ ലെവൽ കുറേ ആയിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു മേക്കപ്പ് വാട്ടർ സപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മേക്കപ്പ് വാട്ടർ സപ്ലൈ കൊടുക്കുന്നു. ഇതിൽ നിന്ന് വരുന്ന വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യും? പമ്പ് വഴി ഒന്നെങ്കിൽ കൂളിങ്ങോ അല്ലെങ്കിൽ ഹീറ്ററോ ഉപയോഗിച്ചുണ്ട്. അപ്പോൾ വാട്ടർ തണുപ്പാണ് വേണ്ടെങ്കിൽ തണുത്ത കണ്ടീഷനിലേക്കാണെങ്കിൽ തണുത്ത വാട്ടർ കൊടുക്കുക, ഹീറ്റിംഗ് കണ്ടീഷനിൽ ഹീറ്റർ ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഹീറ്ററിലൂടെ കൊടുത്തുവിട്ട് ഇതിനെ നേരെ എന്ത് ചെയ്യുന്നു? ഒരു നോസിലൂടെ ഇതിനെ എന്ത് ചെയ്യുകയാണ്? സ്പ്രേ ചെയ്യുകയാണ്. അപ്പോൾ ഈ നോസിലൂടെ സ്പ്രേ ചെയ്യുമ്പോൾ ഈ നോസിലിൽ വന്നിട്ട് ഇതിനെ സ്പ്രേ ചെയ്യുമ്പോൾ ഇതൊരു ഫൈൻ മിസ്റ്റായിട്ട് ഫോം ചെയ്യുന്നു. അതായത് ഈ ഏരിയയിൽ എന്ത് ചെയ്യുന്നു? ഒരു മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾസ് ഫോം ചെയ്യുന്നു. ഈ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്ന എയർ ഈ മൈന്യൂട്ട് പാർട്ടിക്കിളിനെ അബ്സോർവ് ചെയ്യും. ഇങ്ങനെ അബ്സോർവ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്ത് സംഭവിക്കുന്നു? ഹീറ്റിംഗ് ഉണ്ടാകുന്നു. സെയിം ടൈം തന്നെ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? വാട്ടർ കണ്ടൻറ്റിനെ ആഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ഈ മിസ്റ്റ് നമ്മളുടെ ഫൈൻ മിസ്റ്റിൽ ഉള്ള വാട്ടർ കണ്ടൻറ്റിനെ എയർ ആഡ് ചെയ്യും. ഇങ്ങനെ ആഡ് ചെയ്യുന്ന എയർ ഒരു എലിമിനേറ്റർ പ്ലേറ്റിലൂടെ കടത്തി പുറത്തേക്ക് പോകുന്നു. എന്തിനാണ് ഈ എലിമിനേറ്റർ പ്ലേറ്റ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സസ് ആയിട്ട് എന്തെങ്കിലും വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ ആ വാട്ടർ കണ്ടൻറ്റ് റിമൂവ് ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? എലിമിനേറ്റർ പ്ലേറ്റുകൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ എലിമിനേറ്റർ പ്ലേറ്റുകൾ എക്സസ് ആയിട്ടുള്ള വാട്ടർ കണ്ടൻറ്റിനെ റിമൂവ് ചെയ്യുന്നു. ആ ബാക്കി എയർ, അതായത് നമ്മളുടെ ഹ്യൂമിഡിഫയർ വാട്ടർ കണ്ടൻറ്റും അതുപോലെ തന്നെ ഹീറ്റ് കണ്ടീഷനുമായിട്ടുള്ള എയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ആപ്ലിക്കേഷനിലേക്ക്, അതായത് നമുക്ക് വേണ്ട ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? എവിടെയാണോ വേണ്ടത് അങ്ങോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? സപ്ലൈ ചെയ്യും. ഇതാണ് എയർ വാഷർ ഹ്യൂമിഡിഫയർ എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി ടൈപ്സ് ഓഫ് ഹ്യൂമിഡിഫയർ. പല ടൈപ്പ് ഹ്യൂമിഡിഫയേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് ബേസ്ഡ് ഓൺ ദ ആപ്ലിക്കേഷൻ. ഫസ്റ്റ് വൺ ഈസ് ഫോർ ദ കൊമേഴ്സ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ പർപ്പസ്. ഇൻഡസ്ട്രിയൽ പർപ്പസിനും കൊമേഴ്സ്യൽ പർപ്പസിനും ബേസ് ചെയ്ത് നമ്മൾ ഹ്യൂമിഡിഫയേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിനകത്ത് വരുന്നതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അഡേബാറ്റിക് ഹ്യൂമിഡിഫയർ. അഡേബാറ്റിക് ഹ്യൂമിഡിഫയർ പല ടൈപ്പ് ഉണ്ട്. സെൻട്രിഫ്യൂഗൽ ടൈപ്പ് അറ്റോമൈസിങ്, compressed air and water atomizing system or compressed air nozzle humidifier, high pressure atmospheric system or pressurized water humidifier, ultrasonic atomizing systems, wetted medium evaporative. Then direct injection steam humidifier under steam cum type, steam separator type, steam panel type, heat tank humidifier or self-contained steam humidifier, electrical electrode type, electric or resistive type, infrared type steam, gas fired steam, steam to steam or heated pan humidifier, hot water type. പല ടൈപ്പ് ഉണ്ട്. നമ്മൾ ഏതെങ്കിലും രണ്ടെണ്ണം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഇമ്പോർട്ടൻസ് വളരെ കുറവാണ്. ഏതെങ്കിലും ഒരു ഹ്യൂമിഡിഫയറിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടെങ്കിൽ ഹ്യൂമിഡിഫയർ ടൈപ്പ് ഏതാണ്, എക്സ്പ്ലെയിൻ എനി ടൈപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ടെണ്ണം ഒന്ന് നോക്കുന്നതാണ്. സെൻട്രിഫ്യൂഗൽ ടൈപ്പ് അറ്റോമൈസിങ്. സെൻട്രിഫ്യൂഗൽ ടൈപ്പ് അറ്റോമൈസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഒരു സെൻട്രിഫ്യൂഗൽ ടൈപ്പ് അറ്റോമൈസിങ് എന്ന് പറയുന്ന എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്കൊരു സ്പാനുണ്ട്. ഈ സ്പാനിലൂടെ നമ്മൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? വാട്ടർ കൊടുക്കുമ്പോൾ
ആ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഇമ്പൾസിലൂടെ വാട്ടർ ഒന്ന് സ്പ്രേ ചെയ്യുന്നു, റേഡിയലി റൊട്ടേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന വെച്ചാൽ എന്താണ്, ഒരു കല്ല് നമ്മളൊരു ചണയെ കെട്ടിയിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വെള്ളം ഒരു തുണി കോട്ടൺ തുണി നമ്മൾ വാട്ടറിൽ മുക്കിയിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ വാട്ടർ തെറിച്ച് പോകുന്ന എങ്ങനെയാണ്, ഒരു സർക്കുലർ രീതിയിലാണ് തെറിച്ച് പോകുന്നത്. ഈ സർക്കുലർ രീതിയിൽ തെറിച്ച് പോകുന്ന വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിങ്സ് ഓഫ് ബ്ലേഡ്, കുറച്ച് വളരെ മൈന്യൂട്ടായിട്ടുള്ള റിങ്സ് ഓഫ് ബ്ലേഡ് കൊണ്ട് ഈ റിങ്സ് ഓഫ് ബ്ലേഡിലേക്ക് കോണ്ടാക്ട് ചെയ്യിപ്പിക്കുന്നു. ആ വരുന്ന വാട്ടർ റിങ്സ് ഓഫ് ബ്ലേഡിലേക്ക് കോണ്ടാക്ട് ചെയ്യുന്നു. അവിടെ നിന്ന് ആ റിങ്സ് ഓഫ് ബ്ലേഡിൽ വന്ന് ടച്ച് ചെയ്യുന്നതിന് ഫലമായിട്ട് അത് എന്തായിട്ട് മാറുന്നു, ഫൈൻ മിസ്റ്റായിട്ട് മാറുന്നു. അതായത് വളരെ മൈന്യൂട്ടായിട്ടുള്ള വാട്ടർ പാർട്ടിക്കിൾസ് ആയിട്ട് മാറുന്നു. ഈ വാട്ടർ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു, ആ സിസ്റ്റത്തിൽ സ്പ്രേ ചെയ്ത് കിടക്കുന്നു. അപ്പം നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള ആംഫിയൻ്റ് എയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സിസ്റ്റത്തിലൂടെ കടത്തി വിടുമ്പോൾ ആ സിസ്റ്റത്തിനകത്തുണ്ടാകുന്ന വളരെ മൈന്യൂട്ടായിട്ടുള്ള ഫൈൻ മിസ്റ്റായിട്ടുള്ള വാട്ടർ പാർട്ടിക്കിൾസിനെ അബ്സോർവ് ചെയ്യുകയും ഈ അബ്സോർവ് ചെയ്യുന്ന എയർ എങ്ങോട്ട് പോകുന്നു, തിരിച്ച് ഇതിലൂടെ കടന്ന് എവിടെ പോകുന്നു, നമുക്ക് വേണ്ട ഹ്യൂമിഡിഫയർ എയറായിട്ട് ഫോം ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെൻട്രിഫ്യൂഗൽ അറ്റോമൈസിങ് എന്ന് പറയുന്നത്. സിമ്പിൾ ടൈപ്പാണ്. നമ്മളൊരു സെൻട്രിഫ്യൂഗൽ ആക്ഷൻ്റെ ഫലമായിട്ട് വാട്ടറിനെ സ്പ്രേ ചെയ്യുന്നു. ഈ സ്പ്രേ ചെയ്യുന്ന റേഡിയലി ആയിട്ടാണ് ഇതിനെ ഔട്ട്വേഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഔട്ട്വേഡ് ചെയ്യുന്ന വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്ന, ഒരു ബ്ലേഡിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു. ഈ ബ്ലേഡിലേക്ക് വന്ന് കോൺടാക്ട് ചെയ്യുന്ന ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, ഫൈൻ മിസ്റ്റായിട്ട് ഫോം ചെയ്യുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഫൈൻ മിസ്റ്റ് എന്ത് ചെയ്യുന്നു, ആ സിസ്റ്റത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്നു. അതേ സമയത്ത് തന്നെ അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള എയർ ആ ഫൈൻ മിസ്റ്റിനെ അബ്സോർവ് ചെയ്തുകൊണ്ട് ഹ്യൂമിഡിഫൈഡ് എയറായിട്ട് ഡെലിവർ ചെയ്യുന്നു. ഇനി ഒരു ടൈപ്പാണ് സ്റ്റീം കപ്പ് ടൈപ്പ്. ആ പേരിൽ തന്നെ ഉണ്ട്, എന്താണ്, സ്റ്റീമിനെ നമ്മൾ കൊടുത്തുകൊണ്ട് ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സ് നടത്തും. അപ്പോൾ നോക്കി, നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള എയറിനെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളൊരു ഡക്റ്റ് വഴി ഫ്ലോ ചെയ്യിക്കുക. അപ്പോൾ ഈ ഡക്റ്റ് വഴി ഫ്ലോ ചെയ്യുന്ന വാട്ടർ എന്ന് പറയുന്നത് നമ്മളൊരു സ്റ്റീം ഓക്യുപ്പൈ ചെയ്യുന്ന ഒരു കപ്പ് ഷേപ്പ് രൂപമാണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ സ്റ്റീം എന്ത് ചെയ്യുകയാണ്, മുകളിലേക്ക് ഹോട്ട് വാട്ടർ വേപ്പർ കണ്ടൻറ്റിനെയാണ് എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് തള്ളുന്നത്. ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന ഹോട്ട് വാട്ടർ സ്റ്റീമിനെ എന്ത് ചെയ്യുന്നു, എയറിനെ അബ്സോർവ് ചെയ്യുന്നു. എയറിനെ അബ്സോർവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റീം തണുക്കാൻ തുടങ്ങും അല്ലേ. ഇപ്പോൾ ഈ സ്റ്റീം തണുക്കുമ്പോൾ കുറച്ച് എമൗണ്ട് വാട്ടർ എന്ത് ചെയ്യും, ആ സ്റ്റീം എന്തായിട്ട് മാറും, വാട്ടറായിട്ട് മാറും. ആ വാട്ടറിനെ ലൊക്കേറ്റ് ചെയ്തിട്ട് അതിനെ വീണ്ടും ഡ്രൈൻ ചെയ്ത് പുറത്തേക്ക് കളയാനാണ് ഈ ഒരു സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പാനലിൽ ഈ ഒരു കപ്പ് ഷേപ്പിൽ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുകയും ഈ സ്റ്റീമിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ എയറിലേക്ക് സപ്ലൈ ചെയ്യുകയും ഇങ്ങനെ എയറിലേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ അവിടെയുള്ള തണുത്ത എയറിനെ അബ്സോർവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇതെന്തായിട്ട് മാറും, വാട്ടറായിട്ട് പോകും, ചെറിയ എമൗണ്ട്. ഈ വാട്ടറിനെ റിസീവ് ചെയ്തുകൊണ്ട് ഡ്രൈൻ ചെയ്യാനാണ് ഈ ഡ്രൈൻസ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ടൈപ്പിനെയാണെന്ന് പറയുന്നത് സ്റ്റീം കപ്പ് ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റീം കപ്പ് ടൈപ്പ് ഹ്യൂമിഡിഫയർ എന്ന് പറയും. പല ടൈപ്പ് ഹ്യൂമിഡിഫയേഴ്സ് ഉണ്ട്. വളരെ കുറച്ച് തിയറീസ് ഈ മൊഡ്യൂളിൽ ചോദിക്കത്തുള്ളൂ. അതുകൊണ്ട് ഒത്തിരി ലാർജായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടൈപ്സുകളെ കുറിച്ച് പറയുന്നില്ല. ജസ്റ്റ് വായിച്ച് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള 2 ടോപ്പിക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ AC സിസ്റ്റം കൺട്രോളാണ്. ഓക്കെ, താങ്ക് യു.